കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളിയിൽ വൻ ലഹരിവേട്ട. 108 ഗ്രാം MDMA-യുമായി 2 യുവാക്കളും ഒരു യുവതിയും പിടിയിലായി. ബേപ്പൂർ സ്വദേശി അമൽകുമാർ, പയ്യാനക്കൽ സ്വദേശി ഷാഹുൽ ഷമീദ്, പേരാമ്പ്ര പന്തിക്കറ സ്വദേശിനി കാമ്യാക റിജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് 108 ഗ്രാം MDMA-യുമായി യുവതി ഉൾപ്പെടെ 3-അംഗ സംഘത്തെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് കോവൂർ ബൈപ്പാസിലാണ് സംഭവം. രാത്രി ഡാൻസാഫ് സംഘം പ്രതികൾ താമസിക്കുന്ന വപ്പോളിത്താഴത്തെ ഫ്ളാറ്റിലെത്തുകയായിരുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് MDMA സഹിതം 3 പേർ അറസ്റ്റിലായത്. സംശയം തോന്നാതിരിക്കാൻ പന്തിരിക്കര സ്വദേശിനി കാമ്യക റീജുവിന്റെ പേരിൽ മുറിയെടുത്താണ് രാസലഹരി ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നത്. അമൽകുമാറും ഷാഹുൽ ഹമീദും കാമ്യകയും ഒരുമിച്ചാണ് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. ബേപ്പൂർ സ്റ്റേഷൻ പരിധിയിൽ 5 ഗ്രാം MDMA-യുമായി പിടിയിലായ അമൽ 2 മാസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കാമികയും ഷാഹുൽ ഹമീദും കോഴിക്കോട് നഗരത്തിൽ ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികളാണെന്ന് ഡാൻസാഫ് സംഘം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.